ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ മാത്രം വാർഷികമല്ല, മൂവാറ്റുപുഴയിൽ ഒരു കോളേജ് അധ്യാപകൻ്റെ കൈവെട്ടിയതിൻ്റെ കൂടി വാർഷികമാണ്. 2004 ജൂലൈ 4 ഈ കോളേജ് അധ്യാപകൻ പ്രൊഫസർ TJ ജോസഫ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ കൈവെട്ടിയ കഠോര കൃത്യം ഉണ്ടായത്. കൈവെട്ടി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായി ശരിയല്ല. അദ്ദേഹത്തിൻ്റെ കൈ വെട്ടി, വലത് കൈയും ഇടത് കാലും വെട്ടി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാവും. ഈ തീവ്രവാദികളുടെ നിയമം അനുസരിച്ച് മതനിന്ദ കുറ്റം ചെയ്ത ആൾക്കാരുടെ വലത് കൈയും ഇടത് കാലും വെട്ടണം. അല്ല, ഇടത് കൈയാണ് വെട്ടുന്നതെങ്കിൽ വലത് കാല് വെട്ടണം. അങ്ങനെയാണ്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഇടത് കാലും വലത് കൈയാണ് വെട്ടിയത്. ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. അദ്ദേഹത്തെ തൽക്ഷണം എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ കൊണ്ടുവന്നു. അവിടെ വിദഗ്ധ ചികിത്സ ലഭിച്ചു. പിന്നീട് ആ കൈ തുന്നിച്ചേർത്തു. ആ കൈ കൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമെന്നറിയില്ല. പിന്നെ തീവ്രവാദത്തിനെതിരായിട്ട് ഇവിടെ വലിയ വികാരം ആളിക്കത്തി. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ സർവ മുസ്ലിം സംഘടനകളുടെയും ഒരു യോഗം വിളിച്ചു ചേർത്തു. അതിൽ ജമാഅത്തെ ഇസ്ലാമിയെ അതുപോലെ പോപ്പുലർ ഫ്രണ്ടിനെ വിളിച്ചില്ല. ബാക്കി സംഘടനകൾ ചേർന്ന് തീവ്രവാദത്തെ അപലപിച്ചുകൊണ്ട് പ്രമേയം പാസാക്കി. പോലീസ് പ്രതികളെ കുറേ പേരെ അറസ്റ്റ് ചെയ്തു. പിന്നെ കേസിൻ്റെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി NIA ഏറ്റെടുത്തു. NIA കേസായിട്ട് പ്രത്യേക കോടതിയിൽ 3 ഘട്ടങ്ങളായിട്ട് വിചാരണ ചെയ്തു. 1-ാം ഘട്ടത്തിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് 8 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചു. 2-ാം ഘട്ടത്തിൽ ജീവപര്യന്തം വിധിച്ചു. 3-ാം ഘട്ടം വിചാരണ പൂർത്തിയായിട്ടില്ല. കൈ വെട്ടിയ പ്രതി വളരെ കാലമായിട്ട് ഒളിവിലായിരുന്നു. അയാളെ കഴിഞ്ഞിട്ട് കൊല്ലമാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ പുള്ളിയുടെ വിചാരണ നടക്കാൻ പോകുന്നുള്ളൂ. അദ്ദേഹത്തിന് ജീവപര്യന്തം തന്നെ കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിനപ്പുറത്ത് മറ്റ് പല മാനങ്ങളും ഇതിനകത്തുണ്ടായിരുന്നു. ഈ അധ്യാപകനെ കോളേജിൽ നിന്ന് പിരിച്ചുവിട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. പിന്നീട് ഈ അധ്യാപകൻ പ്രൊഫസർ TJ ജോസഫ്, അദ്ദേഹത്തിന് മതവിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു. കത്തോലിക്ക മാനേജ്മെൻറ്റുള്ള സ്ഥാപനത്തിൽ കൈപോയ അധ്യാപകനെ പിരിച്ചുവിട്ടു. അന്ന് നമ്മുടെ ഫാദർ SJ അടപ്പൂരുള്ള സമയമാണ്. അടപ്പൂരച്ചൻ ഇതിനെ എതിർത്തുകൊണ്ട് അതികഠിനമായ ഭാഷയിൽ ലേഖനം എഴുതി പ്രസിദ്ധീകരിച്ചു. അടപ്പൂരച്ചൻ പറഞ്ഞത് ഈ മത തീവ്രവാദികൾ ചെയ്തത് ഗുണ്ടായിസം നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ കോളേജ് മാനേജ്മെൻറ്റ് ചെയ്തത് അതിനേക്കാൾ വലിയ തെറ്റാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞു. അദ്ദേഹത്തിനൊരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊന്നും കേട്ടിട്ടും മാനേജ്മെൻറ്റിൻ്റെ മനസ്സ് മാറിയില്ല. പിന്നീട് ഈ അധ്യാപകൻ യൂണിവേഴ്സിറ്റി ട്രിബ്യൂണലിൽ കേസ് കൊടുത്ത് അനുകൂല വിധി സമ്പാദിച്ചു. അതിനുശേഷവും മാനേജ്മെൻറ്റ് തിരിച്ചെടുത്തില്ല. അതിനുശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ആത്മഹത്യ ചെയ്തത്. ആ സന്ദർഭത്തിൽ സർവീസിൽ നിന്ന് പിരിയുന്നതിന് 3 ദിവസം ബാക്കിയുള്ളപ്പോൾ അദ്ദേഹത്തെ കോളേജിൽ തിരിച്ചെടുത്തായിട്ട് രേഖയുണ്ടാക്കി. 2 ദിവസം അവധിയായിരുന്നു. 3-ാമത്തെ ദിവസം കോളേജിന് അവധി കൊടുത്തു. അതേ ഒരു വിദ്യാർത്ഥിയെ നേരിൽ കാണരുത്, കാരണം അത്രയും വെറുക്കപ്പെട്ടവനാണ് അധ്യാപകൻ എന്ന രീതിയിലാണ് മാനേജ്മെൻറ്റ് അദ്ദേഹത്തോട് പെരുമാറിയത്. പിന്നീട് ഇദ്ദേഹത്തിന് മതവിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ യുക്തിവാദികളുടെ നിരീശ്വരവാദികളുടെയൊക്കെ യോഗത്തിൽ പ്രൊഫസർ ജോസഫിനെ കാണാം. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ദുരന്തമാണ്. ഈ കൈവെട്ടിയവർക്ക് വളരെ കാലം വിചാരണ നേരിടേണ്ടി വന്നു. കുറേ പേര് ശിക്ഷിച്ചു, കുറേ പേര് വെറുതെ വിട്ടു. പിന്നീട് ഈ സംഘടനയെ നിരോധിക്കുന്നതിന് തന്നെ കാരണമായി തീർന്ന കാര്യങ്ങളിൽ ഒന്ന് ഈ അധ്യാപകൻ്റെ കൈവെട്ടിയ ദാരുണ സംഭവമായിരുന്നു. അന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി, മഹാനായ VS അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രി. പക്ഷേ ഫലപ്രദമായ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നതിന് ആ സർക്കാർ പരാജയപ്പെട്ടു. കോടിയേരി ബാലകൃഷ്ണനെക്കുറിച്ച് എനിക്ക് വളരെ സ്നേഹവും ബഹുമാനമുണ്ട്. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യത്തിൽ പുള്ളി വളരെ ഉദാരമനസ്കനായിരുന്നു. ഇത് ഞാൻ ഉത്തമവിശ്വാസത്തോടെ പറയുന്നതാണ്. ഇനി കോടിയേരിയുടെ ആരാധകർക്ക് എന്നെ വന്ന് തെറി പറയേണ്ട കാര്യമില്ല. എൻ്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുകളും രേഖകളുമുണ്ട്. പിണറായി വിജയൻ കുറേ കൂടി കർക്കശക്കാരനായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യത്തിൽ. പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ വളരെ ഹൃദയ ലാവണ്യമുള്ള ആളായിരുന്നു. മാത്രമല്ല, ഇദ്ദേഹം തലശ്ശേരിയിൽ മത്സരിക്കുമ്പോൾ ഒക്കെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ വോട്ട് പുള്ളിക്കാണ് കിട്ടിയിരുന്നത് എന്നുള്ളത് പരസ്യമായിട്ടുള്ളൊരു രഹസ്യമാണ്. അത് പോട്ടെ, പിന്നീട് വന്ന സർക്കാർ ലീഗിന് കൂടി പങ്കാളിത്തമുള്ളൊരു സർക്കാരായിരുന്നു. ആ സമയത്തും അതിന് മുമ്പും നമ്മുടെ MK മുനീറും KM ഷാജി നാട് ഒട്ടുക്ക് നടന്ന് തീവ്രവാദത്തിനെതിരെ പ്രസംഗിച്ചു എന്നുള്ളത് സത്യമാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ളവരും തീവ്രവാദത്തിനെതിരായിട്ട് കർക്കശമായ നിലപാട് സ്വീകരിച്ചു. അതും ഒരു സത്യമാണ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും ഈ തീവ്രവാദികളെ അമർച്ച ചെയ്യാനായിട്ട് സർക്കാരിന് സാധിച്ചില്ല. പിണറായി സർക്കാർ വന്നപ്പോൾ വീണ്ടും അവർ തലപൊക്കി. അവസാനം എന്താണ്, കയ്യും വെട്ടും കാലും വെട്ടും എന്ന മുദ്രാവാക്യം കഴിഞ്ഞ് വരുന്നുണ്ടാ നിൻ്റെയൊക്കെ കാലന്മാർ എന്ന മുദ്രാവാക്യം വരെ നമ്മൾ കേൾക്കേണ്ടതായിട്ട് വന്നു. ഒടുവിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ സംഘടനയെ നിരോധിച്ചു. നേതാക്കന്മാരൊക്കെ ഇപ്പോൾ തിഹാർ ജയിലിലും മറ്റ് ജയിലുകളിലും ഒക്കെ ആയിട്ട്
സുഖവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പ്രവാചക നിന്ന എന്ന് പറഞ്ഞ സംഗതി 2004 നിന്ന് 16 കൊല്ലം കഴിയുമ്പോൾ എന്തുമാത്രം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. ഇവർ തികച്ചും സാങ്കല്പികമായ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഈ അധ്യാപകരെ കൈവെട്ടിയത്. അതോടെ പ്രശ്നങ്ങൾ അവസാനിക്കുകയല്ല ചെയ്ത് പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. ഇന്നിപ്പോൾ എത്രയെത്ര എക്സ് മുസ്ലിങ്ങളാണ് ഈ പ്രവാചകൻ്റെ ജീവിതത്തിലെ ഓരോ ചെറിയ സംഭവങ്ങളും എടുത്ത് ഇഴകേറി പരിശോധിച്ച് അദ്ദേഹത്തെ പല രീതിയിൽ അപമാനിക്കും അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിവുള്ളതാണ്. മാത്രമല്ല സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറഞ്ഞ ഒരു മഹാൻ, അദ്ദേഹം ഏറെക്കാലം അയർലൻഡിൽ ഇരുന്നുകൊണ്ട് സുരക്ഷിതമായി ഈ ഇസ്ലാമിക ശരീഅത്തിനെയും ഖുറാനെയും പ്രവാചകനെയും ഒക്കെ കഴിയാവുന്ന എല്ലാ രീതിയിലും താഴ്ത്തി കെട്ടിക്കൊണ്ടുള്ള വീഡിയോകൾ നിരന്തരമായി ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ തീവ്രവാദികൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? വല്ലതും ചെയ്യാൻ പറ്റുമോ? പണ്ട് നാട്ടുമ്പുറത്തെ ആളുകൾ പറയും, എന്താണ് 100 കുടത്തിൻ്റെ വായ മൂടി കെട്ടാം, ഒരു മനുഷ്യൻ്റെ വായ കെട്ടാൻ പറ്റുകയില്ല. അപ്പോൾ പ്രവാചകൻ നിന്ന് ആരോപിച്ച് പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ടിയവർ ആലോചിക്കണം. അവർക്ക് ഇന്ധനം നൽകിയവർ ആലോചിക്കണം. പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിക്കാർ നടത്തുന്ന മാധ്യമ പത്രം തീർത്തും നിസ്സാരമായ ഒരു സംഭവമാണ് ന്യൂ ബാങ്ക് കോളേജിൽ നടന്നത്. അതിനെ അവഗണിക്കുന്നതിന് പകരം ഇതിന് വലിയ പ്രചാരം കൊടുക്കി. ഈ പ്രൊഫസർ ജോസഫ് എന്ന് പറഞ്ഞ ഇടതുപക്ഷക്കാരനായ അധ്യാപകൻ ശരിക്കും ഇടതുപക്ഷക്കാരനാണ്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റിന് അദ്ദേഹത്തോട് ഇഷ്ടക്കേടായത്. അല്ലാണ്ട് ചോദ്യ പേപ്പർ തയ്യാറാക്കിക്കൊണ്ടല്ല. ഈ ഇടതുപക്ഷക്കാരനായ അധ്യാപകൻ ഇവാഞ്ചലിസ്റ്റുകളുടെ പണം വാങ്ങി ഇസ്ലാം മതത്തിനെതിരെ എന്താണ് ദുഷ്പ്രചരണം നടന്ന ആളാണ് എന്നൊക്കെ അടിച്ചുവിട്ട ഒരു പത്രമുണ്ടെങ്കിൽ അത് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ മാധ്യമമാണ്. അത് കഴിഞ്ഞ് ഇയാളുടെ കൈവെട്ടി കഴിഞ്ഞപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ യൂത്ത് മൂവ്മെൻ്റായിട്ടുള്ള സോൾഡാറ്റുകാർ ഉടനെ ആശുപത്രിയിലെത്തുകയും അദ്ദേഹത്തിന് ചോര കൊടുക്കുകയും പ്രൊഫസർ ജോസഫിൻ്റെ ജീവൻ ഞങ്ങൾ രക്ഷിച്ചേ എന്ന് പറഞ്ഞ് മദാർ അടിച്ച് നടക്കിച്ചു. ഇതൊക്കെ ഇവരുടെ ഭരണഘടന അനുസരിച്ച് അനുവദനീയമായിട്ടുള്ള കാര്യങ്ങളാണ്, അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യങ്ങളുമാണ്. കൈവെട്ടുന്നതിന് പ്രോത്സാഹനം നൽകുന്നതും മൗദൂദികളാണ്. കൈവെട്ടി കഴിഞ്ഞപ്പോൾ അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സകലവിധ സഹായ സഹകരണങ്ങളും ചെയ്തതും അവർ തന്നെയാണ്. അത്രയും ബുദ്ധി പാവപ്പെട്ട സുഡാപ്പികൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഈ അധ്യാപകൻ്റെ കൈവെട്ടിയത്. അതുകൊണ്ടാണ് അവരിപ്പോൾ ജയിലിൽ ഉണ്ട നിന്ന് കഴിയേണ്ടി വന്നത്.